ഹായ് ഫ്രണ്ട്സ്, കഞ്ഞിവെള്ളവും ഗോതമ്പ് പൊടിയും ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ് ഇട്ടൊന്ന് കാണിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവ ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കൂടെ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളം എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മേൽവശത്തുള്ള ആ ഒരു ഇളം വെള്ളം ഒഴിവാക്കിയിട്ട് താഴെ വരുന്ന ആ ഒരു നല്ല കട്ടിയായിട്ടുള്ളത് വേണം എടുക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ടുള്ള 2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒട്ടും കട്ട കിട്ടാതെ തന്നെ നമുക്ക് ആ ഒരു കഞ്ഞിവെള്ളവും ഗോതമ്പ് പൊടിയും ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഹൽവ റെഡിയാക്കാൻ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്. പാന് നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലോട്ടൊരു ടേബിൾ സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹൽവയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് നെയ്യിൽ തയ്യാറാക്കുമ്പോഴായിരിക്കും അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഞാനിതിലോട്ട് കുറച്ച് നട്ട്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കളർ ചേഞ്ച് ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്ന സമയം തന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. എന്നിട്ട് ഈ ഒരു പാനിലേക്ക് തന്നെ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളത്തിൻ്റെയും ഗോതമ്പ് പൊടിയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ചേർത്തിട്ട് പിന്നെ കൈയെടുക്കാതെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്തൊക്കെ ഇനി ഫ്ലെയിം നന്നായിട്ട് തന്നെ ലോ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മധുരത്തിനായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ശർക്കരയാണ്. അതായത് ഞാനൊരു മീഡിയം സൈസിലുള്ള 2 ആള് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ 1 കപ്പാണുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് പിന്നെ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ശർക്കര നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി മതിയാവും. അപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തന്നെ ഇവിടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കണം. അപ്പോൾ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഇത് അതുപോലെ നമ്മളിന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതിങ്ങനെ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വരുന്നതായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ ബാക്കി എടുത്ത് വച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൽവ തയ്യാറാക്കാൻ ടോട്ടലായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ആകെ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ആ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് തന്നെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഹൽവയ്ക്ക് നല്ല ഒരു നെയ്യുടെ ഫ്ലേവറൊക്കെ ഉണ്ടാവും. അതിൽ കൂടുതൽ നെയ്യുടെ ആവശ്യമൊന്നും വരുന്നുമില്ല. നമ്മൾ സാധാരണയൊക്കെ ഹൽവ തയ്യാറാക്കുമ്പോൾ ഒരുപാട് നെയ്യ് ചേർത്തിട്ടാണ് തയ്യാറാക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെ ഈ ഒരു ഹൽവ തയ്യാറാക്കുന്ന സമയത്ത് ആകെ ഒരു 3 ടേബിൾ സ്പൂണേ ചേർക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇപ്പോൾ ഇതാത് കണ്ടില്ലേ, പാനിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ അങ്ങ് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കിസ്മിസും ബദാമുമാണ് നട്ട്സായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഫ്ലെയിം ഓഫാക്കി വെക്കാം. അപ്പോൾ ഇത് പാനിൽ നിന്ന് നന്നായിട്ട് തന്നെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഏലക്കപ്പൊടിയും നട്ട്സൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതുപോലെയുള്ള ഒരു കണ്ടെയ്നറിൽ കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ അതിലോട്ട് മാറ്റിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂണിൽ കുറച്ച് നെയ്യും ഓയിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സ്പൂണിൽ ഒട്ടും തന്നെ അത് ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും ഹൽവ സെറ്റായിട്ടിരിക്കും.
അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഹലുവ നല്ല പോലെ തന്നെ സെറ്റായിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നല്ല പോലെ ഹലുവ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ ഇതവിടെ സൂപ്പറായിട്ട് ഹലുവ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. താങ്ക് യു.